ചൂട് ബീഫ് ക്രീം, ചൂട് ചായയും. പുള്ളിമഴ കേട്ടോ, ഭയങ്കര വേറെ ലെവല് ഇതിനകത്ത് ഇരിക്കുന്നത്. ഈ മരത്തിലേക്ക് ഇതല്ല. ആഹാ, അപ്പൊ ഈ പടമാണ് നമ്മൾ കാണാൻ പിന്നെ സിനിമ പിന്നെ നീ അല്ലേ? ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് എനിക്കൊരു പ്ലാനുണ്ട്, ഒരു ഡേ ഇൻ അവർ ലൈഫ് ചെയ്യണമെന്ന്. അപ്പോൾ ഷിയാക്ക് അതറിയത്തില്ല. അപ്പം ഞാൻ പ്ലാൻ ചെയ്തതാണ് ഇന്ന് എന്തായാലും അത് എടുക്കാമെന്ന്. അപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പല്ല് തേച്ച് എല്ലാം സെറ്റായിട്ട് വന്നിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ നല്ല മഴയാണ്. കണ്ടോ, മഴ പെയ്ത് തോർന്ന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് കഥ തുറന്ന് ഞാനിങ്ങനെ നോക്കും. ഞാൻ മാത്രമല്ല, ഷിയായും കാണും. ഇപ്പോൾ ഷിയ കിടന്ന് ഉറങ്ങുവാണ്. അപ്പം ഷിയ അറിഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് വന്ന് നല്ല മഴ പെയ്ത് തോർന്ന ഒരു സമയമാണ്. ടൈം ഞാൻ കാണിച്ചു തരാം ഞാൻ എഴുന്നേറ്റത്. കാര്യം ഞങ്ങൾ എല്ലാ ദിവസവും ലേറ്റായിട്ടാണ് കിടക്കുന്നത്. ഇന്നലെ ഉറങ്ങിയപ്പോഴത്തേക്കും ടൈം ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്, വെളുപ്പിന് 4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ടൈം ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മുടെ മീൻ കുട്ടന്മാരുണ്ടല്ലോ, അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഫുഡ്. നമ്മുടെ മീനെല്ലാം വിശന്നിരിക്കുവാണ്. എല്ലാ ദിവസവും രാവിലെയാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഫുഡ് എടുത്ത് ഫസ്റ്റ് തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഫുഡ് എടുത്ത് കൊടുക്കുക. അതാണ് എൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി. അപ്പം അവർ ഫുഡൊക്കെ രാവിലെ മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിട്ടാണ് ഇരുന്നേക്കുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ ഇച്ചിരി നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഷിയ അറിഞ്ഞിട്ടില്ല, ഇത് എടുക്കുന്ന കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും ഷിയാനെ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല ഉറക്കമാണ്, നല്ല പൊളി ഉറക്കമാണ്. അപ്പം ഷിയയെ കാണിക്കാം. അപ്പോൾ ഇത് കിടന്ന് നല്ല ഉറക്കം, കുറച്ച് മൂടി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് കണ്ട. ടൈം ഞാൻ കാണിച്ചു തരാം കേട്ടോ. രാവിലെ അതിരാവിലെയാണ്. അതിരാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടൈം കണ്ട 10:45 ആകാറായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉറക്കമൊക്കെ കണക്കാണ്. ഇത് ഇവിടെ ഷിയാക്ക് തീരെ വയ്യ കേട്ടോ, ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ജലദോഷവും തുമ്മൽ ഒക്കെയാണ്. ഷിയ എനിക്ക് ഞാൻ വീഡിയോ എടുക്കും കേട്ടാ. വയ്യ കേട്ടാ, തീരെ വയ്യ. ഷിയായേ എനിക്ക് നമുക്ക് ഇന്ന് ഫുള്ള് ഒരു വ്ളോഗ് ചെയ്യാനാണ് പരിപാടി. ഒരു ഡെയിലി വ്ളോഗ് പോലെ ഒരു വ്ളോഗ്. മോനെ ക്യാ നിനക്ക് ചടാ കുണുവാവ, നല്ല ഉറക്കമാണ് കുണുവാവ. എഴുന്നേക്ക്, ആവി പിടിക്കാം. അപ്പം ഞാൻ എന്തായാലും ആവി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രിയൊക്കെ പാതിരാത്രിയൊക്കെ എഴുന്നേറ്റ് ആവി പിടിക്കുമായിരുന്നു, അത്രയും വയ്യായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോഴും തീരെ വയ്യ, മൂക്കൊക്കെ ആകെ. എഴുന്നേക്ക്, ആവി പിടിക്കാം, വാ. ഞാനൊന്ന് ഉണർത്തട്ടെ, അപ്പോഴത്തേക്ക് അതുവരേക്കും 1 മിനിറ്റ്. അപ്പോൾ ഷിയായെ ഞാൻ ഉണർത്തി എടുത്തിട്ടുണ്ട്. വാ, ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ. എങ്ങനെയുണ്ട് ഇപ്പം ജലദോഷം? കൊള്ളാം, അടിപൊളി. കൊള്ളാം, അടിപൊളി. കണ്ട, സൗണ്ടൊക്കെ മാറിയിരിക്കുന്നുണ്ട്. വൈകുന്നേക്ക് അപ്പോൾ നമുക്ക് ആവി പിടിക്കാം. ആവി പിടിച്ചൊരു ചായയൊക്കെ കുടിച്ചൊക്കെ കഴിയുമ്പോൾ ശരിയാവും. ഞാൻ അപ്പോൾ ആവി സെറ്റ് ചെയ്യാൻ പോവാണ്. എഴുന്നേറ്റ് പല്ല് തേക്കാം അപ്പോഴത്തേക്ക്. ഓക്കെ, എഴുന്നേക്കണം കേട്ടോ. കണ്ട, ഇവിടുത്തെ എഴുന്നേക്കാൻ പോകുന്നെന്ന് പറഞ്ഞ അവസ്ഥ കണ്ട, ആളുടെ അവസ്ഥ കണ്ട, കിടന്നുറങ്ങുവാണ്. അപ്പം എന്തായാലും ഷിയ
എഴുന്നേറ്റ് ഇത് ഞാൻ ആവി വെക്കാൻ പോവാണേ. അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് പല്ല് തേക്കണം കേട്ടോ. ഷിയാക്കുള്ള ആവി പിടിക്കുന്ന വെള്ളം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ആവി പിടിക്കാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പുറത്ത് അടുപ്പിൽ ചായ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ചായക്കുള്ള പരിപാടികൾ നോക്കട്ടെ. അപ്പം ഷിയ എണീറ്റ് ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണോ, ആവി പിടിക്കുകയാണ് സുഹൃത്തുക്കളെ, ആവി പിടിക്കുകയാണ്. ഷിയ എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ടോ? ആവി പിടിക്കുക. അപ്പോഴത്തേക്കും ഞാൻ അപ്പം ഷിയ ആവി പിടിക്കട്ടെ. ആ സമയത്ത് ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദോശമാവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദോശ ഉണ്ടാക്കാനുണ്ട് പരിപാടി. ദോശയും ബീഫ് കറിയും, അതാണ് രാവിലത്തെ പരിപാടി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതേ ഞാൻ ദോശ സെറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇത് ദോശ ഇടുകയാണെന്ന് വെച്ചാൽ രാവിലെ നിന്ന് നല്ല ചൂട് ദോശ. അപ്പം ചുട്ടോണ്ടിരിക്കുവാണ്. ദോശ മാത്രം ദോശ ബീഫ് കറി. ബീഫ് കറി ഇത് ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് കുറച്ച് മതി. ഞങ്ങൾ അന്ന് ഉണ്ടാക്കി വെച്ചില്ലായിരുന്നു, ഫ്രൈ ചെയ്ത് ഒരു ഡ്രൈ ഫ്രൈ കാണിച്ചില്ലായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണണം. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇതിനകത്തോട്ട് ഇട്ടേക്കാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ രാവിലത്തേക്ക് മാത്രമായിട്ട് കറി വെച്ചതാണ്. രണ്ടുപേരുള്ളത് കൊണ്ട് കുറച്ച് മതി, ഇത് തന്നെ ധാരാളമാണ്. അപ്പം അടുത്ത പാലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാല് കാച്ചാൻ വേണ്ടിയിട്ട്, ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായ തിളപ്പിക്കാൻ പോവുകയാണ്. നല്ല കടുപ്പ് വരുന്നുണ്ടേ. നല്ല കടുപ്പത്തുള്ളൊരു അടിപൊളി ചായ കൊണ്ട് ഇട്ട് കുടിക്കും രാവിലെ തന്നെ. രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ അല്ല കേട്ടാ. എവിടെ മൊബൈൽ എന്ത് ടൈം ഒന്ന് കാണിച്ചു? മൊബൈലാണ് അകത്തിരിക്കുക. അതെ, ടൈം 11:37 ആയിട്ടുണ്ട് ഇപ്പം കണ്ടോ. അപ്പം ദേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. നല്ല മഴയുണ്ട്, മഴ പെയ്ത് തോർന്ന സമയം. ദേ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ദോശയും ബീഫ് കറിയാണ്. നല്ല തണുത്ത അന്തരീക്ഷത്തിലിരുന്ന് ഇങ്ങനെ കഴിക്കണം. അകത്തിരുന്ന് കഴിക്കാം, പക്ഷേ വേണ്ട, നമ്മൾ തണലത്തിരുന്ന് ഈ തണുപ്പ് നമുക്ക് അകത്തിരുന്ന് കഴിക്കാം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പുള്ള അന്തരീക്ഷത്തിലിരുന്ന് കഴിക്കുമ്പോൾ വേറെ ലെവലല്ലേ, അതുകൊണ്ടാണ് നല്ല ചൂട് ദോശയും ചൂട് ബീഫ് കറിയും ചൂട് ചായയും ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. കഴിച്ചോ. കണ്ടതേ നല്ല ചൂട് ദോശ ഇങ്ങനെ കിട്ടും. നല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രൈ ഫ്രൈ ആക്കിയ ബീഫില് ഈ ബീഫ് ഇങ്ങനെ ഒരു പീസ് എടുക്കുന്നത് രാവിലെ തന്നെ ഈ തണുപ്പത്തൊക്കെ ഇതൊക്കെ കഴിക്കാൻ പറയും. എങ്ങനെയുണ്ട്? അപ്പൊ എന്തായാലും ഞാനും കഴിക്കട്ടെ. ഇവിടെ ഞാനും ദോശയും ബീഫും കഴിക്കാൻ പോകും. കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഇതേ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. ഇത് നല്ല മഴ കണ്ട, മുറ്റത്ത് സൂപ്പർ മഴ പെയ്യുന്നുണ്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കഥയൊക്കെ പറഞ്ഞ് സൊറയൊക്കെ പറഞ്ഞ് ദോശയും ബീഫും ചായയെല്ലാം കുറിച്ച് മഴയിട്ട് ഇങ്ങനെ അന്തസ്. അപ്പൊ എന്തായാലും അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. അപ്പൊ ഗൈസ്, നമ്മളിന്ന് മഴയായിട്ട് ഇവിടെ ഇറങ്ങിയില്ലായിരുന്നു. രാവിലെ ചായയെല്ലാം കുടിച്ച് ചായയും ദോശയൊക്കെ കഴിച്ചിങ്ങനെ
മാറി ഇങ്ങനെ ഇരുന്ന് മഴയായതുകൊണ്ട് ഇങ്ങനെ മാറി കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇപ്പം എണീറ്റതേ ഉള്ളൂ. പുറത്തോട്ടൊന്നും പോയില്ല. പുറത്തോട്ട് പോകാനുള്ള പ്ലാനിലാണ്. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയേനെ. കണ്ട ഇത് അകത്ത് എന്താ പരിപാടി ഒപ്പിക്കുന്നുണ്ട് ചോദിച്ചാൽ എന്താണ് വൈകിട്ടത്തേക്കുള്ള ചായക്കുള്ള എന്താണൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഇത് ചായ ഇടുക കേട്ടോ. പിന്നെ ഇത് ഇവിടെ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം പാളിപ്പോയെന്നാണ് തോന്നുന്നത്. ഇത് ഒരെണ്ണം ഇങ്ങനെയൊക്കെ കുളമാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നല്ലതുപോലെ മറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അത് ചായ ഇട്ടിട്ടുണ്ട് വരുന്നുണ്ട്. ഇത് കണ്ട ചായ ഇട്ടിട്ട് അവിടെ നിന്ന് വരുവാണ്. നല്ല തണുത്ത ക്ലൈമറ്റിൽ നല്ല ചൂട് ചായയും നല്ല ചൂട് ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ചിരിക്കാൻ വേറെ വൈബാണ്. കണ്ട നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു മൈൻഡ് ഇരുന്നേ. പക്ഷേ മഴയായിട്ട് നമുക്കതിന് പറ്റിയില്ല. അതാണ് സംഭവം. ഇത് കണ്ട ഫുള്ള് മഴയൊക്കെ പെയ്ത് അലമ്പായിട്ട് കിടക്കും. കണ്ടത് മഴയൊക്കെ പെയ്ത് അലമ്പായിട്ട് കിടക്കുന്നു. ഇതേ ബ്രെഡ് ഓംപ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ ഒരു മുട്ട ഇങ്ങനെ ഇരിക്കുന്നു? ബ്രെഡ് ഓംപ്ലേറ്റിൻ്റെ അവസ്ഥ കണ്ട പൊടിച്ചു വാരിയൊക്കെ ഇട്ടെങ്കിൽ. പിന്നെ ഇത് ചീസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ചീസൊക്കെ വെച്ച ബ്രെഡ് ഓംപ്ലേറ്റ് ആണ്. കണ്ട ഇതാണ് നമ്മുടെ വീട്. കണ്ടോ മഴയൊക്കെ ആയിട്ട് ആരും റോഡിലില്ല. എല്ലാവരും വീടിനകത്താണെന്ന് തോന്നുന്നു. കൊള്ളാം. നമ്മളിപ്പോൾ ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങും. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്താ പരിപാടി എന്നൊന്നും. ഇങ്ങോട്ടെങ്കിലൊക്കെ പോകണം. ഇതേ വരുന്നുണ്ട് ചായയായിട്ട്. എന്താ പരിപാടി? എന്താ ചായയൊക്കെ കുടിച്ചിട്ട്? എന്ത് പ്ലാൻ? എന്ത് പ്ലാന്? ഞാൻ പറഞ്ഞു രാവിലെ തൊട്ട് മടുപ്പായിട്ട് മഴയായിട്ട് എവിടെയും പോയില്ല. പ്രത്യേകിച്ച് കിടന്നുറങ്ങിയപ്പോ എണീറ്റേ ഉള്ളത്. നീ ബ്രെഡ് ഓംപ്ലേറ്റും ചായയൊക്കെ വെച്ച് ഞാനിങ്ങനെ പറയുമായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് മഴയായതുകൊണ്ട് എവിടെയും പോകാൻ പറ്റിയില്ല. കുളിച്ച് ഫ്രഷ് ആയിട്ട് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ഇങ്ങനെ പറയും. നീ എന്ത് പ്ലാൻ? എന്താ എൻ്റെ അടുത്ത് പറയാണ്ട് എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ ഒരു ഫിലിമിന് പോകാനാണ് ഇന്നത്തെ പരിപാടി. ഒരു മറ്റേ നമ്മുടെ പാർവതിയുടെയും ഉർവശിയുടെയും ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ കാണാനായിട്ട് ഞാൻ ഓൾറെഡി തന്നെ നേരത്തെ രാവിലെ തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം കൈരളി, നമ്മുടെ ആലപ്പുഴ കൈരളി സ്ട്രീറ്റ് തിയേറ്ററിലാണ് രാവിലെ സെക്കൻഡ് ഷോയ്ക്കാണ് കേട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത്. കാര്യം നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഇനി രാത്രി ഉറങ്ങത്തില്ല. രാത്രി ഉറങ്ങത്തില്ല, ഫുള്ള് കിടന്ന് ഉറങ്ങി. രാത്രി സഞ്ചാരികളാണ്. അപ്പം നമുക്ക് എന്തായാലും ചായയൊക്കെ കുടിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന വീഡിയോ ആയിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ ബൈ. ആണോ നന്നായി കഴിച്ചു. കാണാ ചേച്ചാക്ക് കഴിക്കുന്നത് രീതിയിൽ കിട്ടിയത്. ഇതിന്റെ വീഡിയോ ഒരു ഷോർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ അതൊന്നും എല്ലാവരും ഒന്നും കണ്ടില്ല. അപ്പൊ ഇത് ചീസ് വെച്ച ബ്രെഡ് ഓംപ്ലേറ്റ്. ചീസ് ഓ ഇതാണോ ചീസ് ഓംപ്ലേറ്റ്? അടിപൊളി. നല്ല ഉണ്ടമുളകൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് നല്ല എരിവുണ്ട്. അപ്പം നമുക്കിത് കുടിച്ചിട്ട് വന്നാലോ? ഇതൊക്കെ കുടിച്ച് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വഴിയിലൂടെയുള്ള യാത്രകളൊക്കെ കാണിച്ചു തരാം. മഴയൊക്കെ ആയിട്ട് എവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്ന നമ്മൾ ചാനലിൽ കാണിച്ചു തരാം. അപ്പം നേരെ നമുക്ക് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. ബൈ. അപ്പോൾ അതെ ഷിയ ഫുഡ് കഴിച്ചു കഴിയാറായി. ഞാനും കഴിച്ചു. പിന്നെ അപ്പോൾ ദേ ഇവിടെ ഷിയയുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇവിടെ കാണിച്ചു തരാം. മുട്ട കഴിക്കാൻ വേണ്ടി വന്നത്. അതായത് കേട്ടാ എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരം കുറേ ഉണ്ട് അല്ലേ. ടോണിയും ജെറിയും എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. ഞങ്ങള് കൂടെ നിന്ന് പണിക്കുന്ന കൂട്ടുകാരന്മാരെക്കാട്ടി നല്ലത് ഇതേപോലെയുള്ള മിണ്ടാപ്രാണികളാണ്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മളോട് സ്നേഹം കണ്ട നമ്മൾ കഴിക്കുന്ന ആ സമയം അറിയാൻ കേട്ടാ. മിക്ക സമയത്തും ഞങ്ങൾ കഴിക്കുന്ന സമയമാകുമ്പോ ഇവിടെ വരികയും ചെയ്യും. കണ്ട ഞാനിപ്പോ എന്ത് കഴിച്ചാലും ഇട്ട് കൊടുക്കും. കഴിഞ്ഞ ദിവസം
ബീഫ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എന്തിനാണ് ഓടുന്നത്? ഇടിയൊക്കെല്ലോ അടി അടി അവനിക്ക് കൊള്ളാം. ഇവരെല്ലാരും സൗഹൃദം ഇതൊക്കെയാണ് സൗഹൃദം എന്ന് പറഞ്ഞാൽ. നമ്മൾ കൂടെ ചതിക്കത്തില്ല. അതുകൊണ്ട് അവനെ ഇവിടെ നോക്കുന്നത് എല്ലാരും കഴിക്കാൻ വേണ്ടി വന്നേ. ഇനി ഈ നമ്മൾ ഈ കൊടുക്കുന്ന ഫുഡ് അവര് ചിലപ്പോ വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്കൊക്കെ കൊടുക്കുമായിരിക്കും അല്ലേടാ? പിന്നെ മുട്ടയും ബ്രെഡൊക്കെ ആദ്യത്തെ നമ്മളെ സുഹൃത്ത് ടോണിയാ, പിന്നെ അവൻ കൊണ്ടുവന്നല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കാക്കകളേക്ക് ഇവരെങ്ങനെ തിരിച്ചറിയാൻ ഒരു മാർഗമുണ്ട്? ടോണിയാണ് നിൽക്കുന്നത് ഇവിടെ. ഇതാണ് ടോണി. ടോണി ഒരു വൈറ്റ് ഇത് കണ്ട? ടോണി കണ്ടത്? അവന്റെ കഴുത്തിന് ഒരു വൈറ്റ് കളർ കണ്ട? ഇതാണ് ടോണിക്കുട്ടൻ. ബാക്കി ഒന്നിനുമില്ല. നമുക്ക് ടോണീനെ മാത്രമാണ് ഭയങ്കരമായിട്ടും അറിയുന്നത്. അവന് മാത്രമേ ഉള്ളൂ. കണ്ട ടോണിയാണ് ചാടി പിടിക്കുന്നത്. കണ്ട ടോണിയാണ് നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ്. ഇതേ ടോണി ടോണിയുടെ കഴുത്തിന് ഇവിടെ ടോണി അതേ കൂടുന്നുണ്ട. ഇതാണ് ടോണി. ടോണിക്കുട്ടാ ഇതാണ് ടോണി. ഇതാണ് ടോണി. ടോണിയുടെ കഴുത്തിനാണ് നമുക്ക് കൂടുതൽ ഇത് കാണുന്നത്. ബാക്കിയുള്ളതിനൊന്നും ഇല്ലാണ്ടാ. ബാക്കിയെല്ലാം നോർമൽ കാക്കകളാണ്. ടോണിക്കുട്ടന് മാത്രമാണ് നല്ല ഇതുള്ളത്. കണ്ട ടോണി. അപ്പൊ എന്തായാലും നമ്മള് പിന്നെ കുളിച്ചിട്ട് വരാം. അപ്പം നാളെ രാവിലെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങള് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് കാണും. ബൈ ബൈ. ഹായ് ഗൈസ്, ദേ ഞങ്ങളിത് ഫ്രഷ് ആവാൻ വേണ്ടി പോയതായിരുന്നു. പെട്ടെന്നാണ് ഇത് ഇരുണ്ടും കൂടി വന്നത്. നോക്കിക്കേ ആകാശത്തിന്റെ കിടപ്പ്. നല്ല കാറ്റൊക്കെ അടിച്ചത് വേറൊരു ലെവലിൽ കണ്ടതേ. അന്തരീക്ഷം നോക്കിക്കേ, നല്ല കാറ്റടിയും. കാറ്റടി കണ്ട? ഭയങ്കരമായിട്ട് ഇത് ഇരുട്ട് മൂടി കിടക്കുന്നത്. നോക്കിക്കേ, പെട്ടെന്ന് വെച്ച് വന്ന് കണ്ട. നല്ല സൂപ്പർ മഴക്കാറ്. ടൈം എന്ന് പറയാൻ നേരത്തെ എത്ര മണി? 6:30 ആകുന്നു. പക്ഷെ ഭയങ്കര ഇരുട്ട് കൂടി വരുന്നുണ്ട്. നല്ല മഴക്കുള്ള ചാൻസ് ഉണ്ട്. ഇന്നും നാളെയൊന്നും തീരാത്ത അടിപൊളി ഒരു മഴയാണിത്. എങ്ങനെയുണ്ട് കണ്ട? നമ്മളിപ്പോ അടിപൊളിയായിട്ട് പുറത്തോട്ട് പോകണം. എന്തായാലും നമ്മൾ എത്ര മഴയാണെങ്കിലും നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. കാറ്റ് കണ്ട? നല്ല അടിപൊളി കണ്ടതേ. കണ്ട? അടിപൊളി കാറ്റാ. കണ്ട? വേറെ ലെവല്. മഴ വീണ് കണക്ടണ. നല്ല പൊളി മഴ കേട്ടാ. ഭയങ്കര വേറെ ലെവല് ഇതിനകത്ത് ഇരിക്കുകയാണ്. ഈ മരത്തിൻ്റെയൊക്കെ ഇത്. ആഹാ, നമ്മളെന്തായാലും കുളിക്കാൻ ഫ്രഷ് ആവാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പൊ ഈ മഴയുടെ പെട്ടെന്നുള്ള ഈ കറുപ്പ് കണ്ടിട്ട് നമ്മൾ ഇന്നയാണ്. എന്തായാലും എത്ര വലിയ ശക്ത മഴയാണെങ്കിലും നമ്മൾ പുറത്തോട്ടിറങ്ങും. ഇനി ഇരുന്നിട്ട് കാര്യമില്ല, മടുപ്പായി ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ റെഡി ആയിട്ട് വരാം. ബൈ. അപ്പോൾ ഞങ്ങൾ പുറത്തു പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യാതെ മുടിയൊക്കെ ഇരിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കേണാ? എന്താ എന്നെക്കാളും താമസമാണ് റെഡിയായി ഇറങ്ങാൻ. ബാബാ. അപ്പൊ നമ്മൾ കുളിച്ചത് റെഡി ആയിട്ട് നമ്മൾ വൈകിട്ട് പുറത്തോട്ട് ഇറങ്ങാന്നുള്ള പ്ലാനിങ് തന്നെയാണ്. മഴ കാരണം നമുക്ക് എവിടെയും പോകാൻ പറ്റിയില്ല. ഇതിപ്പോ ഒരു രാത്രി സമയം എത്ര മണി? രാത്രി ഇപ്പം 8 മണിയായിട്ടുണ്ടാവും. രാത്രി ഇപ്പൊ 8 മണിയാകുന്നത്. നമ്മള് നേരത്തെ ജച്ച ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന പറഞ്ഞു. നമ്മളപ്പോ നേരെ പടത്തിന് പോകാൻ വേണ്ടി പോണ്. അപ്പൊ അതിന് മുന്നേ നമ്മൾ രണ്ടുപേരുടെ വീട്ടിലോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് പോയി തലയൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയത്. നമ്മൾ അടിപൊളിയായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. കണ്ട? അപ്പം മഴയൊന്നും ഇല്ല. അപ്പം മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് നൈസായിട്ട് ഇറങ്ങുവാണ്. അപ്പം നമ്മളെ എന്നും നമ്മളെ ഡെയിലി വ്ളോഗ്സ് കാണും. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ പടത്തിന് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ബൈ. മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയുണ്ട്. നല്ല മഴയല്ല, പൊടി മഴയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഞാൻ വണ്ടി കയറി. നമ്മൾ വീടൊക്കെ അടച്ചു. ഇനി ഞങ്ങൾ പോവുകയാണ്. 8 മണിയായേ. കാണിക്കണ്ട. ആ
ആഹാ നല്ല തണുത്ത അന്തരീക്ഷം, നല്ല കാറ്റൊക്കെ ഉണ്ട്, ചെറിയ പൊടിമഴയും പെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു തണുത്ത വേറൊരു വൈബാണ്, എന്ത് പറയണ്ടേന്ന് അറിഞ്ഞൂടാ. കണ്ട ഇടവഴിയിലൊക്കെ വെള്ളം കയറി കിടക്കുക. അപ്പം നമുക്ക് ആകെ 1 മണിക്കൂറുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് 2 വീടുകളിലും പോകണം. അതാണ് വലിയൊരു ടാസ്ക്. ഇവിടേക്ക് വെള്ളം നോക്കി. അപ്പോൾ ദേ ഞാൻ ആദ്യം എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പം ഇത് ഞങ്ങൾ പിന്നെ ആദ്യം എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ വീടെന്ന് പറയുന്നത് ഇവിടെയാണ് എൻ്റെ വീട്. മഴയുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ വീട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഷിയയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. വെട്ടം ഭയങ്കര കുറവാട്ടോ ഇവിടെ. 9 മണിയാവാറായി. 9:15 ഷോ. അപ്പോൾ ഷിയ അതേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വെക്കുന്നു. ഭയങ്കര മഴയുണ്ട് കേട്ടോ, നല്ല മഴയാണ്. അപ്പം 9:15 സിനിമ. നമ്മളൊരു 9:10 അവിടെ എത്തണം. ഇതാണ് നമ്മുടെ പരിപാടി. ഇനി ആ വീട്ടിലും കൂടെ കയറി നൈസായിട്ട് കേട്ടില്ല. ആ ഷിയയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അതേ ഈ പടമാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഉള്ളൊഴുക്ക് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇത് ഉള്ളൊഴുക്ക്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കൈരളി ശ്രീ എന്ന് പറയുന്ന തിയേറ്ററിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റിസർവേഷൻ ചെയ്തതുകൊണ്ട് ഇവിടെയാണ് സിനിമ. അപ്പോൾ ദേ നമ്മൾ സിനിമ കണ്ട് ഒഴുകി. ആകെ കൊള്ളാം, വലിയ കുഴപ്പമില്ലാത്ത പടം. ലാസ്റ്റ് എനിക്ക് ക്ലൈമാക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ക്ലൈമാക്സ് ഉള്ള. അപ്പോൾ അതേ ഗൈസ് നമ്മൾ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ സ്വന്തം കടയാണിത്, സുനിലപ്പൻ്റെ തട്ടുകട. അപ്പോൾ അവിടെ വന്നിട്ട് ചുമ്മാ ഇവിടെ ഇങ്ങനെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് സുനിലപ്പനുമായിട്ട് സൊറ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. എല്ലാ ദിവസവും ഇവിടെ കുറച്ച് നേരം നമ്മൾ നൈറ്റ് സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം എന്തേ ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഞങ്ങൾ ചായ കുടിച്ചായിരുന്നു കേട്ടോ, അത് എടുക്കാനായിട്ട് പറ്റിയില്ല. ഞങ്ങൾ ഇടയ്ക്ക് പുട്ടും കട്ടനും എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്, ആ കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് ഇതിങ്ങനെ നിൽക്കുവാണ്. ഇപ്പം ടൈം 12 മണിയായിട്ടുണ്ട്, നൈറ്റ് 12 മണിയായിട്ടുണ്ട്. നൈറ്റ് നല്ല വെളുപ്പിന്. ഇവിടെ തട്ടുകടയാണ്. ഇവിടെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ചിക്കൻ്റെ ഐറ്റംസ് ഒന്നുമില്ല, ബീഫ് മാത്രമേ ഉള്ളൂ. ബീഫിൻ്റെ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. സുനിലപ്പൻ നമ്മളോട് ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇവിടെ അടുത്ത വെച്ച ഫുഡാണ് 2 ഒരു മൂന്നാൽപ്പൊടിയിൽ എ സിയിലോട്ട് ഒരു മിസ് കോളിട്ട് ഫോൺ ജറാബർ കംപ്ലൈൻറ്റ്
പക്ഷെ ഞാൻ രാത്രി എടുത്ത് ടിക്ടോക്കിലൊക്കെ ഇട്ട് കളയും കേട്ടാ. ടിക്ടോക്കല്ലേ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ save ചെയ്യും. എന്നിട്ട് തരാവാണ് സവാള. അത് വാങ്ങിക്കണം. ഫുഡ് വാങ്ങിക്കും. ഞങ്ങൾ കഴിക്കാൻ പോകണം. ക്യാൻസലേഷൻ ചെയ്യും. എനിക്ക് തരാൻ ഇതൊക്കെ കഴുകിയിട്ട് തരാം. ഞങ്ങൾ കഴിക്കാൻ പോകണേ. ഇത് നമ്മുടെ സുനിലപ്പൻ്റെ സ്നേഹ സമ്മാനം. പാല് പിരിപ്പിച്ചിട്ട് ഉണ്ടാക്കിയത് കണ്ടില്ല. പിന്നെ നിറ സിനിമ പിന്നെ നീന്തി ചെയ്തോളൂ. അല്ലേ അതാണ് അങ്ങനെയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പം നമ്മൾ ദേശീയ അവിടെ നിന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മളിനി ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട്. ഇനി നൈസായിട്ട് കുറച്ച് നേരം കൂടെ നിന്നിട്ട് നൈസായിട്ട് വീട്ടിലേക്ക് തെറിക്കും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മള് സുനിലപ്പൻ്റെ കടയിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നട്ടപ്പാതിരാത്രി. ആരുമില്ല, റോഡിലൊന്നും ആരുമില്ല എന്നുള്ള സൈലന്റ് ആയിട്ട് കിടക്കുന്ന ക്ലൈമറ്റ്. ഇത് തന്നെയാണ് എല്ലാ ദിവസവും നടക്കുന്നത്. അപ്പൊ നമ്മള് ഡെയിലി വ്ലോഗ്സിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മൾ കാണിച്ചു തരാന്ന് ഓർത്ത് നമ്മുടെ ശവക്കോട്ടപ്പാലം ഇങ്ങനെയാക്കി. പാതിരാപ്പള്ളിയിലോ വേണ്ട, നേരെ വീട്ടിലേക്ക്. അപ്പം പിന്നെ എടുത്തു പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. രാത്രി കുറേ പട്ടികൾ നിൽക്കും. പട്ടികൾ വേണ്ട, നമ്മള് മിക്ക നൈറ്റും ഇത് കണ്ടത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ ചിലതിങ്ങനെ ഡേഞ്ചർ അല്ലാത്ത സാധനമാണ് ഇവിടെ പണ്ടത്. ചില സമയത്ത് പിന്നെ നമ്മളെ ചില പട്ടികൾ ഇങ്ങനെ ഓടി വരും, നമ്മുടെ ബൈക്കിന്റെ പുറകെ കുറച്ചുകൊണ്ട് ഓടി വരും നമ്മളെ കടിക്കാനായിട്ട്. കുറേ അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പേടിച്ച് ഓടും. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പട്ടി ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ പട്ടി ഉറങ്ങിക്കഴിഞ്ഞാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ലേറ്റായി 1 മണി 2 മണി 3 മണിയൊക്കെ പട്ടി ഉറങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. കേട്ടോ, ഇവിടേക്ക് കുറേ പട്ടികളൊക്കെ ഇരിക്കുന്നതാണ്. ഉണ്ട് പറഞ്ഞു നാക്കെടുത്തില്ല. ഡേഞ്ചർ പട്ടികൾ വേറെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം. മഴയുടെ ഇവിടേക്ക് മഴ പെയ്ത് തോർന്ന് ഭയങ്കര തണുപ്പ്. അപ്പൊ അത് കാരണം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോയിട്ടൊരു വീഡിയോ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടിരിക്കാം. പക്ഷെ വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡ് ഇവിടെ ചോദിക്കാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ആലപ്പുഴ ആറാട്ടുവഴി എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇവിടെ നേരത്തെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ടില്ലേ. അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു പയ്യൻ മതിലിടിഞ്ഞ് വീണ് മരിച്ചു. അതിൻ്റെ വീട് അവിടെയായിരുന്നു. അവിടെയാണ് ആൾക്കൂട്ടം കണ്ടത്. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇത് മഴയായിട്ട് ഈ മതിലൊക്കെ ദ്രവിച്ചൊക്കെ ഇരിക്കുന്നതായിരിക്കും. അതിൻ്റെ ചോട്ടിലൊക്കെ പോയി നിൽക്കും, മറിഞ്ഞ് താഴേക്കും. അങ്ങനെ അവരുടെ ആ കൊച്ചിൻ്റെ മുകളിലേക്ക്, ഒരു ആൺകുട്ടിയായിരുന്നു, മുകളിലേക്ക് വീണ് മരണപ്പെട്ടു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് കുറച്ച് പട്ടികൾ. ഇവിടെ നിന്നാണ് നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ആ പട്ടികളില്ല. ഇപ്പം എല്ലാം ഉറങ്ങി. ഞാൻ പറഞ്ഞ പോലെ ഉറങ്ങുന്ന
സമയം ഒരു 11:30, 12, 12:30 അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കടി കൊള്ളുന്നതാണ്. പക്ഷേ ഇപ്പം സമയം 1 മണി 1:30 ആകാറായിട്ടുണ്ട്. ആ സമയം ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം ബാക്കിയൊക്കെ. എന്തായാലും വീടെത്താറായി. അപ്പം നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് വന്ന് ഒരു ചെറിയ നമ്മുടെ ഒരു ഷോർട്സ് ചെയ്ത് പിന്നെ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും എല്ലാവരും പോയി ഒന്ന് കാണണം കേട്ടോ. റിവ്യൂ നമ്മൾ ഉള്ളൊഴുക്കെന്ന് പറയുന്ന സിനിമയാണ് കാണാൻ പോയി. അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് വിശദമായിട്ട് അതിനെക്കുറിച്ച് അതിൽ എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷിയായും ഞാനും കൂടി ഉറങ്ങാനായിട്ടുള്ള പുറപ്പാടിലാണ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്യാണ്. ടൈം ഒന്ന് കാണിച്ചേക്ക്. നമ്മള് ടൈം എന്ന് പറയുന്നത് 2:20 ആയിട്ടുണ്ട്. രാത്രി 2:20. ഇതൊക്കെയാണ് നമ്മൾ ഉറങ്ങുന്ന ടൈം. ഇതിപ്പോ നേരത്തെ ആണെന്ന് പറയാം. അപ്പൊ നേരത്തെയാണ് കണ്ടോ. അപ്പം ഞാൻ നേരത്തെ AC ഒക്കെ ഇട്ട് കൂളാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വെള്ളമൊക്കെ കുടിക്കുവാണ്. നമ്മൾ റൂം ലോക്ക് ചെയ്യുന്നു. അപ്പൊ എന്തായാലും ഉറങ്ങാൻ പോവല്ലേ? ഉറങ്ങാൻ പോവാണ്. ഡ്രസ്സൊക്കെ മാറുവാണ്. എന്തായാലും ഞങ്ങൾ ഉറങ്ങട്ടെ. അപ്പൊ നമ്മൾ ഉറങ്ങാൻ പോവാണ്. നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യണം നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഇനി എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കമന്റ് ചെയ്തേക്കണം. ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നാലേ നമുക്ക് അടുത്ത വീഡിയോയിലോട്ടൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ ഇനി വീഡിയോ ഇടാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ വീഡിയോ ഇട്ടോണ്ടിരിക്കും. അത് വേറെ കാര്യം. അത് വേറെ കാര്യം. നമ്മൾ വീഡിയോ ഇട്ടോണ്ടിരിക്കും. നമ്മൾ മടുപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ. അപ്പൊ എല്ലാവരും വെറുപ്പിക്കും. നമ്മളെ വെറുത്ത് കുട്ടിശങ്കരനോട് ഇഷ്ടം തോന്നുമല്ലോ, അതേപോലെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഈ ചാനൽ സെറ്റ് ആക്കിയിട്ട് വേണം നമ്മളെ സെക്കൻഡ് ചാനൽ ജസ്ന റോസ് എന്ന് പറയുന്ന ചാനലൊന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.